ഇനി ഇന്നത്തെ അതിഥിയെ പരിചയപ്പെടാം, അവർ ഗസ്റ്റിലേക്ക്. പി പോസിറ്റീവിൽ ഇന്ന് നമ്മുടെ അതിഥി കോട്ടയത്തുകാരി ആതിരയാണ്. ഈ ആതിരയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത എന്നറിയണ്ടേ? ഈ സ്റ്റോറി കണ്ടിട്ട് മടങ്ങിയെത്താം. ഇത് കോട്ടയം ലാക്കാട്ടൂർ ശൈവവിലാസത്തിൽ വി.എൻ. മുരളീധരന്റെയും ഉഷയുടെയും മകൾ ആതിര മുരളി. BCA 3ാം വർഷ വിദ്യാർത്ഥിനിയായ ആതിര മുരളിക്ക് ഡ്രൈവിംഗിനോടുള്ള കമ്പം തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. കൃത്യമായി പറഞ്ഞാൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ KSRTC ഡ്രൈവർ കൂടിയായ അച്ഛന് സ്വന്തമായി ഉണ്ടായിരുന്ന വാഹനങ്ങളിൽ ഡ്രൈവിംഗിന്റെ ഹരിശ്രീ കുറിച്ചു. ഏത് വാഹനം കണ്ടാലും ആതിര മുരളിക്ക് ഒറ്റ ആഗ്രഹം മാത്രം, അതൊന്ന് ഓടിക്കണം. ഇതിന് വാഹനത്തിന്റെ വലിപ്പമോ ഓടിക്കുവാനുള്ള ബുദ്ധിമുട്ടോ തടസ്സമാകാറുമില്ല. ബുള്ളറ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് ആതിരയ്ക്ക്. ജീപ്പ്, ലോറി, ബസ്, ടിപ്പർ എന്നിവയിലൊക്കെ മികവ് കാട്ടിയ ഈ കൗമാരക്കാരിയുടെ കൈകളിൽ 10 ടയറുള്ള വലിയ ബസ്സുകളും ഭദ്രമാണ്. ഡ്രൈവിംഗ് ഒരു ഹരമാക്കിയിരിക്കുന്ന ആതിരയ്ക്ക് ഡ്രൈവിംഗ് തൊഴിലാക്കണമെന്ന ആഗ്രഹവുമില്ല. ഞങ്ങൾക്ക് ലോറി ഉണ്ടായിരുന്നു. ലോറിയിൽ ആണ് ഹെവി ഓടിക്കാൻ പഠിക്കുന്നത്. മടയിൽ കൊണ്ടിടാനും അത്യാവശ്യം ട്രിപ്പ് ടേൺ പിടിക്കാനും ഒക്കെയാണ് മട കൊണ്ട് ഓടിച്ചുകൊണ്ടിടുമായിരുന്നു അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത്. ഏത് വണ്ടി കിട്ടിയാലും ഞാൻ ഓടിക്കും. മകളുടെ ഡ്രൈവിംഗിനോടുള്ള ഇഷ്ടത്തിനും താല്പര്യത്തിനും അച്ഛൻ വി.എൻ. മുരളീധരൻ ഒപ്പമുണ്ട്. വണ്ടി എന്ന് വെച്ചാൽ നല്ല താല്പര്യം. വണ്ടി ഓടിയെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചേ ഓടിക്കുള്ളൂ. ട്രെയിനും വിമാനവും ഒക്കെ ഒന്ന് ഓടിക്കണമെന്ന ആഗ്രഹം സഫലമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ കോളേജ് കുമാരി ആതിര മുരളി. ഇനി നമ്മുടെ അതിഥിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ആമുഖത്തിന്റെ കാര്യമില്ലാന്ന് തോന്നുന്നു. സ്വാഗതം ചെയ്യാം ആതിരയെ. ആതിര, നമസ്കാരം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്നോട്ടാണ് ഇങ്ങനൊരു താല്പര്യം തുടങ്ങുന്നത് ഡ്രൈവിങ്ങിനോട്? ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. അച്ഛനാണ് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. അച്ഛൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വണ്ടി ഉണ്ടായിരുന്നു, അതിലായിരുന്നു സ്റ്റാർട്ടിങ്. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ 2 വീലറുകൾ എല്ലാം തന്നെ ഓടിക്കുമായിരുന്നു. പിന്നെ 9ാം ക്ലാസ് ആയപ്പോഴത്തേക്കും 4 വീലർ എല്ലാം തന്നെ. പിന്നെ 10ൽ പഠിക്കുമ്പോഴാണ് ലോറി സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോറിയിലാണ് പഠിക്കുന്നത്. പിന്നെ +2 ഒക്കെ ആയപ്പോഴത്തേക്കും ബസ്സുകൾ, ഹെവി വെഹിക്കിൾസ് എല്ലാം തന്നെ ഓടിക്കുമായിരുന്നു. ഇത് കാണുന്ന ചെറിയ കുട്ടികൾ ശ്രദ്ധിക്കുക, നന്നായി പഠിച്ചൊരാളാണ് ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈസൻസും പ്രത്യേകിച്ച് ഒരു ട്രെയിനറോ ഒന്നും ഇല്ലാതെ വണ്ടി എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആതിര ആദ്യമായിട്ട് ഓടിച്ച 2 വീലറിനെ കുറിച്ച് പറഞ്ഞു. ഇനി 4 വീലറും മറ്റ് വലിയ വണ്ടികളുമൊക്കെ അതൊക്കെ ഓടിക്കാനുള്ളൊരു അവസരം എങ്ങനെയാണ് കിട്ടിയത്? കാര്യം ചെറിയ കുട്ടികൾക്ക് പൊതുവെ സാധാരണ 2 വീലർ തന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലോറിയൊക്കെ ഓടിക്കാനുള്ളൊരു അവസരം എങ്ങനെയാണ് കിട്ടിയത്? ഞങ്ങൾക്ക് ലോറി ഉണ്ടായിരുന്നു. മയിൽ വാഹനം റോഡ്വേസ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ലോറി, അപ്പോൾ അതിലായിരുന്നു സ്റ്റാർട്ടിങ്. രാവിലെ അച്ഛൻ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും മടയിൽ ടേൺ പിടിക്കാൻ വേണ്ടി ഞാനാണ് ലോറി കൊണ്ട് മടയിലിട്ടിരുന്നത്. അപ്പോൾ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് പഠിക്കുന്നത് തന്നെ. അപ്പോൾ ആരെ പഠിപ്പിച്ചു തന്നതൊക്കെ? ആരാ ഡ്രൈവിംഗ്? അച്ഛൻ. പിന്നെ അച്ഛൻ്റെ ചേട്ടൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മലനാട് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മാസ്റ്ററാണ്. പേര് ചന്ദ്രൻ എന്നാണ്. അപ്പോൾ നമ്മുടെ അവിടെയുള്ളവരെയൊക്കെ പഠിപ്പിക്കുന്നത് ഒരു 3000-4000 പേരെങ്കിലും ഇപ്പോൾ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ഈ നല്ലൊരു പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. അതിന് ഈ ചെറുപ്രായത്തിൽ തന്നെ വണ്ടികൾ, പ്രത്യേകിച്ച് വലിയ വണ്ടികളൊക്കെ എടുക്കാൻ നേരത്ത് അമ്മയ്ക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലേ? അമ്മ ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു. ഒരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും അമ്മ എൻ്റെ ഒപ്പം ഉണ്ട്. ആതിര റോഡ് റോളർ ഓടിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ റോഡ് റോൾ എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് സിനിമയിലേക്ക് പല രംഗങ്ങളുമാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? ഓടിക്കാൻ ചാൻസ് കിട്ടി.
റോഡ് റോളർ ഓടിച്ച ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? റോഡ് ഓടിക്കാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഓടിച്ചു എന്നേ ഉള്ളൂ. അനുഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഞാൻ അടുത്ത് പോയി നിന്നെല്ലാം ഒന്ന് വീക്ഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അത് കുറച്ച് ദൂരം മുമ്പോട്ട് ഓടിക്കുകയായിരുന്നു. അതൊരു 16 ഗിയറുള്ള വണ്ടിയാണ്. ഒരു ഓടിച്ചതിലേക്ക് വെച്ച് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ വണ്ടി ഏതാണ്? കാര്യം JCB ഓടിച്ചു എന്ന് പറഞ്ഞു, റോഡ് റോളർ ഓടിച്ചു, ലോറി, വലിയ ബസ്സുകൾ എല്ലാം ഓടിക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ വെച്ച് ഏറ്റവും പ്രയാസമായിട്ട് തോന്നിയതും കുറച്ച് കൺട്രോൾ ചെയ്യാൻ പാടുള്ളതൊക്കെ ആയിട്ട് തോന്നിയ വണ്ടി ഏതാ? JCB ഓടിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഓപ്പറേഷൻ നമ്മൾ നന്നായിട്ട് ചെയ്ത് പഠിച്ചാലേ അത് പൂർണ്ണമായിട്ടാകത്തുള്ളൂ. പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അത്യാവശ്യം ബസ്സൊക്കെ ഓടിക്കുവാണെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഓടിക്കുന്നുണ്ട്. അപ്പം എനിക്കതിനൊരു പേടിയില്ല. ഈ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ നേരത്തെ ഇപ്പോൾ പെൺകുട്ടി ചെയ്യുമ്പം അതിങ്ങനെ അങ്ങനെ ഒരു പെൺകുട്ടി എന്ന നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പെൺകുട്ടി എന്നുള്ള നിലയിൽ ഉണ്ട്, പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഞാനതൊന്നും വലിയ കാര്യമാക്കാറില്ല. നമുക്ക് നമ്മുടെ ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു, കാരണം വേറെ ആരും സഹായിക്കുകയില്ല. അതുകൊണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇടയ്ക്ക് എനിക്കൊരു കോളേജിൽ പോകുന്ന വഴി ബസ് ഓടിക്കാൻ എനിക്കൊരു ചാൻസ് കിട്ടി. ചാൻസ് എന്ന് പറയാൻ പറ്റില്ല, ഡ്രൈവറുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ ഓടിക്കുന്നത്. അതൊരു ഇഷ്യൂ ആയിരുന്നു. ഒരു പെൺകുട്ടി ബസ് ഓടിച്ചു, ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു എന്ന് പറഞ്ഞാണ് പരാതി പോയേക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു ബോയ് ആയിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുകയല്ലായിരുന്നു. ഈ ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ പ്രായത്തിലാണ് ലൈസൻസ് കിട്ടിയത്? എന്ന് വെച്ചാൽ ഹെവിയൊക്കെ ഓടിക്കാനും ഇതെല്ലാം ഒരുമിച്ചാണോ കിട്ടിയത്? 18 വയസ്സിൽ തന്നെ എടുത്തോ? ഫസ്റ്റ് ചാൻസ് തന്നെ കിട്ടിക്കാണും എന്നൊക്കെ വിചാരിക്കുന്നു. എങ്ങനെയാണ് ലൈസൻസ് എടുത്ത ആ ഒരു അനുഭവമൊക്കെ? എനിക്ക് 18 വയസ്സാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 18 ആയപ്പോൾ തന്നെ ഞാൻ 2 വീലർ, 3 വീലർ, 4 വീലർ 3ഉം 18 കിട്ടാവുന്ന എല്ലാം എടുത്തു. പിന്നെ 20 വയസ്സ് പൂർത്തിയായപ്പോൾ ഹെവി വിത്ത് ബാഡ്ജ്, ഹെവി 2, ലോറി, ബസ്, ബാഡ്ജ് അത് 3 എടുത്തു. പിന്നെ ഈ ഇടയ്ക്ക് JCBയുടെയും കൂടി എടുത്തു. അപ്പോൾ ഈ ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകാൻ നേരത്തെ എങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു അധികൃതരുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനമൊക്കെ എന്തായിരുന്നു? കാര്യം ഹെവിയൊക്കെ എടുക്കാൻ വേണ്ടി പെൺകുട്ടികളെ ചെല്ലുന്നത് അത്ര സാധാരണമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ പിന്നെ അതുപോലെ ചുറ്റും കൂടി നിൽക്കുന്നവർക്കൊക്കെ ഒരു കൗതുകം ഉണ്ടാകും. അപ്പോൾ അത് നോക്കി നിൽക്കുന്നത് എല്ലാവരും അതിശയത്തോടെയാണ് നോക്കിയത്. പിന്നെ വളരെ സപ്പോർട്ടായിരുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഓഡിയനെ കുറിച്ചാണെങ്കിലും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതുവരെ ആക്സിഡൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പെൺകുട്ടികൾക്കൊരു മാതൃക എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഈ ഡ്രൈവിംഗ് പറഞ്ഞ ഫീൽഡിലോട്ട് കടന്നു വരണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. പെൺകുട്ടികൾക്കെന്നല്ല, വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണ് അപകടം വരുത്താതെ വണ്ടി ഓടിക്കുക എന്നുള്ളത്. അങ്ങനെ തന്നെ ആവട്ടെ എന്നും കരുതുന്നു. ആതിര, പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സ്ത്രീ ഡ്രൈവർമാരോട് സ്ത്രീകൾ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ റോഡിൽ ചെറിയ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ടാക്കുന്നു, സ്ത്രീകൾ ഓടിക്കുമ്പോഴുള്ള പ്രശ്നം, സ്ത്രീകൾ സമയമെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ളൊരു സമീപനമുള്ളതായിട്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, സ്ത്രീകളല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഉള്ള എന്തെങ്കിലും കമൻറ്റുകളോ അല്ലെങ്കിൽ അനുഭവമൊക്കെ ആദരയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു സമീപനത്തെ എങ്ങനെ കാണുന്നു? ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ട് ഇതുവരെ ബ്ലോക്കുകൾ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ സ്ത്രീകൾക്ക് പൊതുവെ ഒരു പേടികൾ കൂടുതലാണ്. പക്ഷേ സ്ഥിരമായ പ്രാക്ടീസും നല്ല രീതിയിൽ അവരെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ വണ്ടി ഓടിക്കും. അത് 100% ഉറപ്പാണ്. കാരണം ആണുങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ വളരെ കുറവാണ്. പെൺപിള്ളേർ, ലേഡീസ് അധികം അപകടങ്ങൾ ഉണ്ടാക്കാറില്ല. ആതിര ഈ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ ബസ് ഓടിച്ച് കോളേജിലൊക്കെ ചെന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഒരു പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു, ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ?
ഞാൻ ഓടിച്ച ബസ്സിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഫ്രണ്ട്സൊക്കെ പൂർണ്ണ സപ്പോർട്ടാണ്. എൻ്റെ എല്ലാ പരിപാടികൾക്കും അവരാണ് എപ്പോഴും കൂടെയുള്ളത്. ഏത് വണ്ടി ചെന്നാലും എൻ്റെ കൂടെ കയറി പോരുകയും കൂട്ടുകാരെ ഞാൻ പഠിപ്പിച്ച് വിടുന്നുണ്ട്. 2 വീലറും 4 വീലറും ഒക്കെ കുറച്ച് പേരെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടുകാരുടെയൊക്കെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങനത്തെ ആ രീതിയിൽ പാരൻസിന് ആശങ്കയൊന്നും ഇല്ല, ഈ വലിയ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നൊരു കുട്ടിയാണെന്നുള്ള രീതിയിൽ? ഇല്ലില്ല, എൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ്, വണ്ടി ഓടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവരെ എൻ്റെ കൂടെ എവിടെ വേണേലും വിശ്വസിച്ച് വിടും. പേരൻസും അതുപോലെ എൻ്റെ കൂടെ വണ്ടിയിൽ വരും. അതിൽ റോഡിലൂടെ പോകുന്ന വണ്ടികളൊക്കെ അതിലിപ്പം കേരളത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏത് വണ്ടി വേണമെങ്കിലും ഓടിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ട്രെയിൻ ഓടിക്കണമെന്നോ ഫ്ലൈറ്റ് പറത്തണമെന്നോ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. സാഹചര്യം കിട്ടിയാൽ ഞാൻ ഓടിക്കും. അതുപോലെ ഈ വെള്ളത്തിലൂടെ പോകണമെന്നോ ആ രീതിയിലുള്ള ആഗ്രഹമുണ്ടോ? ബോട്ടൊക്കെ ഓടിക്കണം എന്നൊക്കെ? ബോട്ടൊക്കെ ഓടിക്കണമെന്നുണ്ട്. എല്ലാം എനിക്ക് വണ്ടി ഏത് കിട്ടിയാലും ഓടിക്കാൻ വളരെ ഇഷ്ടമാണ്. ആതിരയ്ക്ക് അങ്ങനെ ഓടിക്കണം എന്ന് ആഗ്രഹമുള്ള ഭയങ്കരമായിട്ട് പറഞ്ഞോളൂ. അതുപോലെ ഞാൻ 8th ഈ വുമൻസ് ഡേയുടെ അന്ന് തിരുവനന്തപുരത്ത് പോയിരുന്നു. ഞാനൊരു ക്ലബിൽ മെമ്പറാണ്, ക്ലബ് മോട്ടോ എന്ന് പറഞ്ഞ്. അതിൽ ഫീമെയിൽ റൈഡേഴ്സ് ഉണ്ട്, ബൈക്ക് റൈഡേഴ്സ്. അപ്പോൾ ഞങ്ങൾ 35 ബൈക്സ് മിച്ചം ട്രിവാൻഡ്രം ടൗൺ കംപ്ലീറ്റ് ഒന്ന് റൗണ്ട് വെച്ച് എല്ലാവർക്കും മാതൃകയായിട്ട് റൈഡിങ് സംഘടിപ്പിച്ചിരുന്നു. അതുകൂടെ തന്നെ ഒരു ഓഫ് റോഡ് റേസിംഗ് അതിൽ പങ്കെടുത്തിരുന്നു തോന്നുന്നല്ലേ? ഓഫ് റോഡ് റേസിംഗ്. ഓക്കെ, അതെന്താന്ന് നമ്മുടെ കോട്ടയത്ത് ആദ്യമായിട്ട് ഓഫ് റോഡ് റേസിംഗ് വന്നതാണ്. അക്കാദമി തുടങ്ങി. അതിൽ 15ന് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. സാം കുര്യൻ കല്ലറിക്കൽ ആണ് അതിൻ്റെ ഓർഗനൈസർ. അദ്ദേഹമാണ് എന്നെ ഈ ഓഫ് റോഡിങ്ങിലോട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ അക്കാദമി, അദ്ദേഹം എനിക്ക് വെഹിക്കിൾ സ്വന്തമായിട്ടില്ല, ജിപ്സി അദ്ദേഹം തന്നു. എനിക്കതിൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം പറയുന്നു. ആ ഒരു ഓഫ് റോഡ് റേസിംഗ് അനുഭവം എങ്ങനെയായിരുന്നു? മറ്റ് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു? പൊതുവേലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഓഫ് റോഡിങ് ആക്ച്വലി ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമുക്ക് ഇച്ചിരി ധൈര്യമൊക്കെ വേണം, എങ്കിലേ അതിൽ കയറി പറ്റാൻ പറ്റുള്ളൂ. ഫുൾ മഡും ചെളിയും അങ്ങനെ പല സാധനങ്ങളിൽ കയറി ഇറങ്ങി വേണം വണ്ടി മുകളിലെത്താനും. അങ്ങനെ ഒരു ഫീലിംഗാണ്. കൺട്രോൾ വേണം വണ്ടിയിൽ നന്നായിട്ട്. പിന്നെ ഫീമെയിൽ റൈഡർ ഒരാളുകൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ഗേൾസേ ആകെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ ഉണ്ടായിരുന്ന അവർ മലയാളിയാണോ അതോ? മലയാളിയല്ല, ബാംഗ്ലൂരുകാരിയാണ്. സ്മിത പ്രസാദ് എന്നാണ് പേര്. നമ്മുടെ കോട്ടയത്തു നിന്ന് ഞാനാണ് റപ്പ്. ഓക്കെ. പഠിക്കുന്നത് BCA 3ാം വർഷം പഠിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഇനി പഠനത്തിൽ ഇനി കൂടുതൽ പഠിക്കാനാണോ അതോ ജോലി ആണോ? അതോ 3ാം വർഷം എന്ത് ജോലിയാണ്? കൂടുതൽ പഠിക്കുകയും വേണം. പിന്നെ എനിക്ക് ഈ വണ്ടി ഫീൽഡ് കളയാനും പറ്റത്തില്ല. വണ്ടി ഫീൽഡ് എന്തെങ്കിലും ജോബ്, അതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് തരത്തിലുള്ള ജോലി ചെയ്യാനാണ് ആഗ്രഹം? വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ജോബ് കിട്ടിയാലും, അതായത് ഓഫീസിലോ അല്ലെങ്കിൽ വെഹിക്കിൾ മെക്കാനിക്കൽ സെക്ഷനിലോ എന്തേലും. ഈ വണ്ടി ഓടിക്കുന്നതല്ലാതെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ വണ്ടിയിൽ അത്യാവശ്യം ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നാൽ പണിയാനൊക്കെ അറിയോ? അത്യാവശ്യം അറിയാം. അങ്ങനെ ഏതെങ്കിലും ചെയ്തിങ്ങനെ ആരെങ്കിലും ഞെട്ടിച്ചിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞെട്ടിച്ചെന്ന് വെച്ചാൽ മെയിനായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ബസ് ഓടിച്ച സംഭവമാണ്. എനിക്ക് ലൈസൻസ് ഉണ്ടായിട്ടും അത് ഇല്ല എന്നുള്ള രീതിക്കാണ് വന്നത്. ഇപ്പോൾ ഒരു പെൺകുട്ടി ബസ് ഓടിച്ചാൽ എന്താ കുഴപ്പം?
എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതാണ്. അങ്ങനെ ഈ വണ്ടി ഓടിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും രീതിയിൽ രാജ്യത്തെ സേവിക്കാനുള്ള അങ്ങനത്തെ താല്പര്യങ്ങളുണ്ടോ? ചാൻസ് കിട്ടിയാൽ ഞാൻ പോകും. വ്യോമസേനയിലൊക്കെ അങ്ങനെ പോകാനൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. അതിലേക്ക് അനിയത്തിയാണല്ലോ എന്ന് തോന്നുന്നു അല്ലേ? അനിയത്തിക്ക് ഇത്തരം താല്പര്യങ്ങളുണ്ടോ? അനിയത്തി ഇപ്പോൾ +1 പഠിക്കുന്നു, MD സെമിനാരി കോട്ടയത്ത്. അവള് 2 വീലർ മാത്രം ഓടിക്കും, പിന്നെ 4 വീലർ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചു വരുന്നുണ്ട്. അതിന് വണ്ടി ഓടിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുള്ളത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ? ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും തന്നെ നോക്കാറുണ്ട്. ഞാൻ നല്ല ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും അതുപോലെ തന്നെ ശ്രദ്ധയോടും കൂടിയാണ് ഓടിക്കുന്നത്. എല്ലാവർക്കും ഒരു മാതൃകയായി കാണണം. സ്വന്തമായി വേണം എന്ന് ആഗ്രഹമുള്ള വണ്ടി ഏതാ? എനിക്ക് 4x4 ബൈക്ക്, സൂപ്പർ ബൈക്കുകളിൽ ഇഷ്ടമാണ്. അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഏത് വണ്ടി കിട്ടിയാലും എനിക്ക് ഓടിക്കാനുള്ള ആഗ്രഹം നന്നായിട്ടുണ്ട്. ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കമന്റ് ഒക്കെ അടിക്കാറുണ്ടോ ആരെങ്കിലും? ബോയ്സ് മിക്കവാറും കമന്റ് അടിക്കാറുണ്ട്. ചിലരെ ആശ്ചര്യത്തോടെയാണ് നോക്കുന്നത്. അതിന് പൊതുവേ ഈ പ്രായത്തിലുള്ള എന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പയ്യന്മാരൊക്കെ ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സ്റ്റൺസ് കാണിക്കുക, നല്ല സ്പീഡിൽ ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് അത്തരത്തിൽ എന്തെങ്കിലും ബൈക്കിൽ സ്റ്റൺസ് ഒക്കെ കാണിക്കാറുണ്ടോ? പിന്നെ അതിന് പൊതുവേ ഓടിക്കാറുള്ള സ്പീഡ് എന്താണ്? വണ്ടി ഓടിക്കാറുള്ള സ്പീഡ്? ബൈക്ക് എൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഏവിയേറ്ററാണ്. അതിൽ ചില സമയങ്ങളിൽ ഫുള്ള് 90 കിലോമീറ്ററാണ് അതിൽ സ്പീഡ്. അതിൽ പോകാറുണ്ട് ചില സമയത്ത്. പിന്നെ ബൈക്കിലാണെങ്കിൽ ബൈക്ക് ഫ്രണ്ട്സൊക്കെ തരാറുണ്ട്. R15, കരീഷ്മ, പിന്നെ ബുള്ളറ്റാണ് മെയിനായിട്ട് എനിക്കിഷ്ടമുള്ളൊരു വണ്ടി. ഫ്രണ്ട്സൊക്കെ നന്നായിട്ട് സപ്പോർട്ടാണ്. അതിന് ഇത്രയും നാളായി പലതരം വണ്ടി ഓടിക്കുന്നു. ഇതിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ, ഇപ്പം ബസ് ഓടിച്ച കാര്യം പറഞ്ഞു, തീർച്ചയായിട്ടും അത് മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. അതല്ലാതെ വേറെ എന്തെങ്കിലും ഈ ഒരു അവസരത്തിൽ കുറച്ച് രസകരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മറക്കാനാവാത്ത രീതിയിൽ എന്തെങ്കിലും അനുഭവമുണ്ടോ? മറക്കാനാവാത്തെന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബസ്സിൻ്റെ ഇതും പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നു ഈ ഓഫ് റോഡ് റേസിങ്. എനിക്ക് ഈ റേസിംഗ് ഫീൽഡിൽ ഇറങ്ങണമെന്ന് നല്ല താല്പര്യമുണ്ട്. ഒരുപാട് നന്ദി ആതിര ഈ അവസരത്തിൽ വന്ന് ഞങ്ങളോട് സംസാരിച്ചതിന്. തീർച്ചയായും ആതിര സേഫ് ഡ്രൈവിംഗ് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ആതിരയുടെ ആ ഒരു സന്ദേശം എത്തിക്കാനുള്ള ആതിരയുടെ ശ്രമങ്ങളൊക്കെ കൂടുതൽ നന്നായി പോട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ആഗ്രഹമുള്ള എല്ലാ വണ്ടികളും ഓടിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു.